ഒരു പെണ്ണ് ആണൊരിക്കലും മറക്കാത്തൊരു പെണ്ണാവുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ വേദനയിലും സങ്കടത്തിലും അവന്റെ പോരായ്മയിലും താഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ കൂടെ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഹബീബായ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ആയിഷ ബീവിന്റെ കൂടെ വിരിപ്പ് കടന്നു. ഇടക്കപ്പോയോ ഞെട്ടി എഴുന്നേറ്റ് ആയിഷ ബീവി പരതി നോക്കുമ്പോൾ വിരിപ്പിൽ റസൂലുള്ളല്ല, മറ്റേതോ ഭാര്യന്റെ അരികിലേക്ക് റസൂല് പോയോ എന്ന വെറുപ്പോടെ എഴുന്നേറ്റ് ഈത്തപ്പന പോലെ വാതിലിങ്ങോട്ട് വലിച്ചു തുറന്ന ആയിഷ ബീവി കാണുന്നത് ആ വീട്ടിന്റെ മുറ്റത്ത് വാരണ്ടും പൊത്തിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടിക്കരയുന്ന അള്ളാന്റെ റസൂലിനെ. ശബ്ദം പുറത്തു വരാതെ വാ പൊത്തിപ്പിടിച്ച് കരയുന്ന റസൂലിന്റെ അരികിൽ നിന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലേ, നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടോ? കണ്ടു ആയിഷ. കണ്ടു എന്ന് കേട്ടപ്പോ ആയിഷ ബീവി തിരിച്ചു ചോദിക്കുന്നുണ്ട്, കണ്ടത് ഖദീജനെ ആയിരിക്കില്ലേ നബിയെ? റസൂൽ പറഞ്ഞു, അതേ ആയിഷ, ഖദീജാനെ കണ്ടു ഞാൻ. ഖദീജാനെ കണ്ടാ പിന്നെ എനിക്ക് ഉറക്കം വരൂല ആയിഷ. ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ വെറുപ്പോടുകൂടി ആയിഷ ബീവി ചോദിച്ചു, റസൂലേ, ആ കവിളിൽ ചുവന്ന ആ ഖദീജാൻ എപ്പോഴും നിങ്ങൾ മറന്നിട്ടില്ലേ നബിയെ? ഖദീജയേക്കാൾ സുന്ദരിയായ ഞാനൊക്കെ നിങ്ങൾക്ക് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ റസൂലേ നിങ്ങൾ ആ പ്രായക്കൂടുതലുള്ള കിളവീനെ മനസ്സ് കൊണ്ടടക്കണ്? അന്ന് വരെ ആയിഷ ബീവിനോട് ദേഷ്യപ്പെടാത്ത റസൂലുള്ള തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, ആയിഷ, എനക്കിന്റെ ഖദീജാൻ അറിയാഞ്ഞിട്ട് ആയിഷ. ഇന്നെനിക്ക് സ്നേഹിക്കാൻ സഹാബത്തുണ്ട്, ഭക്ഷണം തരാൻ നീ അടക്കമുള്ള ഭാര്യമാരുണ്ട്, കയറിക്കിടക്കാൻ ഭംഗിയുള്ള ഒരു ഈത്തപ്പന കുടിലുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു മുഹമ്മദിനെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക ആയിഷ. ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയില്ലാത്തൊരു അനാഥൻ, 6ാമത്തെ വയസ്സിൽ ഉമ്മയും പോയ ഒരു അനാഥൻ, ആടുകളെ മേച്ചും ഒട്ടകത്തെ കറന്നും പുല്ലുകൾ അരിഞ്ഞും ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു അനാഥൻ. അന്ന് 25ാമത്തെ വയസ്സിൽ എന്നെ വിശ്വസിച്ച് കൂടെ പോന്നവളാണ് എന്റെ ഖദീജ. ആ ഖദീജ എന്നെ ഭക്ഷണം തന്ന് സംരക്ഷിച്ചു. നാട്ടുകാരി കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞു, ഒറ്റപ്പെടുത്തി. ഞാൻ പൊട്ടനാണെന്നും മാരണക്കാരനാണെന്നും അഷ്ടിക്ക് വകയില്ലാത്ത ഗതികെട്ട ദരിദ്രനാണെന്നും മക്കക്കാരെന്നെ ആക്ഷേപിച്ചവർക്ക് നടുവിലേക്ക് വന്ന് മുഴുവൻ സ്വത്തുക്കളും എന്റെ നേരെ നീട്ടി തന്നെ ആക്ഷേപിച്ചവന്റെ മുഖത്ത് നോക്കി ഖദീജ പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ, എന്റെ പ്രവാചകൻ ധനികനാ, സ്നേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഖദീജാന്റെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി ഇനി എന്റെ പ്രവാചകനാണെന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ ഖദീജ കരിങ്കല്ലുകൊണ്ട് ഏറുകിട്ടി ഓടിയപ്പം മാറത്തെ കടക്കി പിടിച്ച ഖദീജ, ഏത് വേദനയിൽ ഞാൻ തകർന്നു നിൽക്കുമ്പോഴും വാരിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ തന്ന് എന്നെ ബഹുമാനിച്ച് ആദരിച്ച എന്റെ ഖദീജ. ആ ഖദീജക്ക് പകരം ആകാശം പടച്ചോൻ തരാന്ന് പറഞ്ഞാലും എന്റെ ഖദീജാനെ തിരിച്ചരുമെന്നേ ഞാൻ അള്ളാഹിനോട് ചോദിക്കൂ. കാരണം എന്റെ ഖദീജയോളം എന്നെ അറിഞ്ഞ് സ്നേഹിച്ചൊരു പെണ്ണ് ദുനിയാവിൽ വേറല്ല. ഇതൊരു പെണ്ണിന്റെ സമ്പാദ്യ. മരിച്ചാലും മായാത്ത ഓർമ്മകള്. ഒരാണിന്റെ വേദനയിലും സങ്കടത്തിലും അത്ര കാണുങ്ങൾ ഗതികെട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒരു ഉറുപ്പ്യ ഉണ്ടാക്കാൻ.